മേലും കീഴും നോക്കാത്ത സൈനിക നടപടികളുമായി ഇറാനെ തകർത്ത് തരിപ്പണമാക്കിയ ഇസ്രായേലിന്റെ റൈസിംഗ് ലയൺ ഓപ്പറേഷൻ ശക്തമായതോടെ ഇറാൻ എന്ന രാഷ്ട്രം മുക്കാലും മുടിഞ്ഞ് ചരമഗതിയിൽ എത്തിയിരുന്നു. എന്നാൽ അതിന് പിന്നാലെ തികച്ചും അപ്രതീക്ഷിതമായ ആക്രമണം അഴിച്ചുവിട്ട അമേരിക്ക ഇസ്ലാമിക ഭീകരവാദത്തിന്റെ ഈറ്റില്ലമായ ഇറാന്റെ പ്രധാനപ്പെട്ട 3 ആണവ കേന്ദ്രങ്ങളെ കത്തിച്ച് ചാമ്പലാക്കുകയായിരുന്നു. ഞായറാഴ്ച പുലർച്ചെ ഇറാനിലേക്ക് ഇരച്ചെത്തിയ അമേരിക്കയുടെ സൈനിക വിമാനങ്ങൾ ഇറാനിയൻ പടയ്ക്ക് ഒന്ന് ചലിക്കാൻ സമയം കൊടുക്കുന്നതിന് മുൻപ് അവരുടെ ഫോർദോ, നതാൻസ്, ഇസ്ഫഹാൻ ആണവ കേന്ദ്രങ്ങൾ തകർത്ത് ധൂളിയാക്കി അന്തരീക്ഷത്തിലേക്ക് പറത്തി. അമേരിക്കയുടെ സൈനിക നടപടികളെക്കുറിച്ച് ട്രൂത്ത് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ട ട്രംപ്, ഇറാനിലെ ഫോർദോ, നതാൻസ്, ഇസ്ഫഹാൻ എന്നിവയുൾപ്പെടെ 3 ആണവ കേന്ദ്രങ്ങളിലും തങ്ങൾ വളരെ വിജയകരമായി ആക്രമണം പൂർത്തിയാക്കിയെന്നും ഇപ്പോൾ തങ്ങളുടെ എല്ലാ വിമാനങ്ങളും ഇറാന്റെ വ്യോമാതിർത്തിക്ക് പുറത്തെത്തിയെന്നും പ്രാഥമിക കേന്ദ്രമായ ഫോർഡോയിൽ ബോംബുകളുടെ ഒരു സമ്പൂർണ്ണമായ പെലോഡ് തന്നെ അയച്ചുവെന്നും ദൗത്യം പൂർത്തിയാക്കിയ എല്ലാ വിമാനങ്ങളും സുരക്ഷിതമായി നാട്ടിലേക്ക് മടങ്ങുകയാണെന്നും ഇത് ചെയ്യാൻ കഴിയുന്ന സൈന്യം അമേരിക്കയിലല്ലാതെ ലോകത്തൊരിടത്തുമില്ലെന്നും ഇനിയുള്ളത് സമാധാനത്തിനുള്ള സമയമാണെന്നും വ്യക്തമാക്കിയതോടെയാണ് ഇറാന്റെ തകർച്ച പൂർണ്ണമാക്കിയ അമേരിക്കൻ ആക്രമണത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ലോകം അറിഞ്ഞത്. മുൻപ് അധികാരത്തിലിരുന്ന ഘട്ടത്തിലും ഇറാന്റെ ആണവ നീക്കങ്ങൾക്കെതിരെ അതിശക്തമായ നീക്കങ്ങൾ നടത്തിയ ട്രംപ് ഇക്കുറി വീണ്ടും പ്രസിഡന്റായപ്പോൾ അണ്വായുധ നീക്കങ്ങളിൽ നിന്നും പിന്മാറണമെന്നും കരാറിൽ ഒപ്പുവെക്കണമെന്നും ശക്തമായി തന്നെ ഇറാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു.